ഒരു വണ്ടി ഒറ്റയ്ക്ക് പോകണം. ടയറുമില്ല ഒന്നുമില്ല, അവൻ വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പുഷ് ചെയ്യണേ ഫ്രണ്ടിലോട്ട്. അങ്ങനെ ഇറങ്ങല്ലേ, അങ്ങോട്ട് പോയി. ഓൾറെഡി കുത്തിക്കാണ്. ഒന്ന് വെച്ച് തിരിച്ച് അവര് വണ്ടി കയറുന്ന സമയത്ത് കുത്താം. വെയിറ്റ് ഇപ്പൊ കുത്തരുതേ. ഇവിടെ കുത്താവും, എല്ലാം കൂടി ഇവിടെ കുത്താവും. ഇവിടെ കുത്താവും, പെട്ടെന്ന് ഇവിടെ ഒറ്റ തന്നെ ഇറങ്ങി അടിക്കുന്നത്. ഓടുന്നു ഫ്ലാഷ് വിട്. പടവള കേറ എന്താണെന്ന് അറിയത്തില്ല. 2 ടാഗും ഉണ്ടാവും. ഞാൻ പറഞ്ഞേക്ക് വണ്ടിയാണ് എല്ലാ വണ്ടി. അഗ്രസം കളിക്കാം വാ. നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയടാ. നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയിടാ. ഇവിടെ എന്നെ ഈ വണ്ടി കയറ്റിയേ. എല്ലാം ഒറ്റയ്ക്ക് പോലെ ഒറ്റയ്ക്ക് കയറി കൊടുക്കില്ല. നമ്മളെല്ലാരും ഓൺ ഫുട്ടാണ്. നമ്മുടെ അമർ വണ്ടി കുത്തി ഇങ്ങോട്ട് മാറുക. അത്ര മണ്ടല്ലേ തള്ളിയിട്. ഇവിടെ ഒരു വണ്ടി ബാക്കിലോട്ട് പോയിട്ടുണ്ടേ. കുഴപ്പമില്ല, തള്ളിക്കോ. എടാ ഞാൻ പറഞ്ഞ തിരിച്ചിങ്ങോട്ട് തിരിച്ചില്ല. ബാക്കിലോട്ട് ഓപ്പണിലുള്ളവരടി, തിരിച്ച് ഓപ്പണിലുള്ളവരടി. വിളിച്ചാ വരുന്നത് എത്തിയില്ലടാ നമ്മുടെ കൂടെ. എന്റെ കൂടെ വന്നില്ലായിരുന്നു. അവര് മേളിലോട്ട് കേറിയോ? എവിടെ നമ്മളെവിടെ സ്പ്ലിറ്റ് ആയി പോയത്? അവർ റൈറ്റ് പോയി. എടാ ഞാൻ ശ്രദ്ധിച്ചില്ലടാ. അവരെ അടിക്കടിക്കുന്നുള്ള നീലന്റെ കോള് കണ്ടപ്പോഴേ ഞാൻ അവിടെ തന്നെ അഡ്മിൻ സ്പെക്ക് ആരാ ഉള്ളത്? എക്സലന്റ്.
എടുത്തിരിക്കും. ലാസ്റ്റ് മാനാന്ന് തോന്നുന്നു റൊസാരിയോ റോഡ്രിഗസ് ആണ് ലാസ്റ്റ് മാൻ. ഐ തിങ്ക് 1v3 ആണ് എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള ഡൗൺ ആയരെ. ഓക്കെ, റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3. അത് ഇടിച്ചു കൊല്ലാനുള്ള ഒരു ശ്രമം അല്ല. ഓക്കെ, നല്ല കിട്ടിലും കളിയായിരുന്നു. രണ്ട് അങ്ങ് കിട്ടിലും കളി സത്യം. ഓ, രണ്ട് അങ്ങ് കിട്ടിലും കളി. ഫസ്റ്റ് ടി വിക്ക് കുറെ പിക്ക് വന്നു, പിക്ക് എടുത്തു. ഞാൻ തൊട്ട് എടുത്ത് കളിക്കാൻ നോക്കുന്നു വിചാരിച്ചു. മാക്സ് പിടിച്ചത് വെള്ളത്തിൽ പോയില്ല. SR ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഓൺ ഫുട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. മെസ്ബോയ് ഗോക്കു അവരെ ഓക്കെ. ഇവിടെ SR ഇവിടെ കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ SRയുടെ ബാക്കിൽ ഒഡീസി ഡൗൺ. മദാരാണ് ഫസ്റ്റ് പിക്ക് എടുത്തിട്ട്. ഒഡീസി ഡൗൺ ആയിട്ടുണ്ട്. എടാ GR അടിച്ചാലോടാ ഒഡീസിനെ. ഇവിടെ ഒരാൾ GR അടിച്ചു. ഓക്കെ, ടി വി മദാരം 3 പിക്ക്. ആന്റണി വാക്കർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോന്റെ ഡൗൺ ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. മദാർ അവിടെ 3 പിക്ക് എടുത്തു മൊത്തം. വില്ലൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ നിന്ന് നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. ടി വി അവിടെ SRനെ മൊത്തത്തിൽ വളഞ്ഞിട്ടുണ്ട്. SR വേഴ്സസ് TV ആണ് ഇപ്പൊ കറന്റ് ഉള്ളത്. SRന് ഈ ഒരു ഏരിയയിലുള്ള SR ഇത് കണ്ട മന്ദാര എന്റെ തൊട്ട് ബാക്കിലുണ്ട്. മന്ദാര ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായപ്പോ ഇതിന്റെ ക്ലോസിൽ നോക്ക് 1 2 3 4 പേര് പരുന്തുവാസു. പിന്നെ അതുപോലെ തന്നെ മദാര ഹീലിങ്സ് ഇല്ല. ഞാൻ മാത്രമായി പോയി. ഇതുണ്ടോ 1 2 3 4 5 പേര് എന്നെ പണി. പരുന്തുവാസു ഡൗൺ. അവിടെ സ്റ്റീവ് അസ്രായേൽ ദില്ലിനെ എടുത്തിട്ടുണ്ട്. മദാര ഡൗൺ ആയിട്ടുണ്ട്. ജുഗ്രു അവിടെ ഷാഡോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ സെർജി അവിടെ ലെക്സിനെ എടുത്തിട്ടുണ്ട്. ജുഗ്രു അടുത്തൊരു പിക്ക്. ജുഗ്രു ട്യൂബിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സെർജി അവിടെ ഡോർക്കിനെ ഡൗൺ ആക്കുന്നു. അസീം അവിടെ നീലനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പിക്കുകളെല്ലാം വീണ് കണ്ടോ. അസീം SR ഇവിടെ ഫുള്ള് നമ്മുടെ പിക്കുകൾ മൊത്തം ഇവിടെ പോയി കണ്ടോ. റൊസാരിയോ റോഡ്രിഗസ് അടുത്തൊരു പിക്ക്. ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സ്റ്റീവ് അസ്രായേൽ സെർജിയോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ട്രേഡ് ആണ് എടുത്തിട്ടുള്ളത്. ജുഗ്രു ബാദുഷ അവിടെ ജുഗ്രുവിനെ ഡൗൺ ആക്കി. ജിയാറോ എനിക്ക് തോന്നുന്നു TV. ഓക്കെ, കിലുവ വേഴ്സസ് ടോറസ്. കിലുവ അവിടെ ടോറസിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റീവ് അസ്രായേൽ അവിടെ നല്ലൊരു കിടിലൻ ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡെവിൻ എസ്കോബർ കോച്ച് അവിടെ 2 വിക്കറ്റ് എടുത്ത വീണ അവിടെ ആക്കിയിട്ടുണ്ട്. ഇനി തോന്നുന്നു ഡെസിമല് വില്ലു ആണ് ഡെസിമൽ എടുത്തിരിക്കില്ല. ഒറ്റയ്ക്കുള്ള റേഡിയോയിൽ കോളൊക്കെ പറയണ പയ്യൻ റൊസാരിയോ ലാസ്റ്റ് മാനാന്ന് തോന്നുന്നു. ഐ തിങ്ക് 1v3 ആണ് എന്നാണ് തോന്നുന്നത്. എല്ലാരും GR അടിച്ചറ ഇവിടെ ഉള്ള ബാക്കിയുള്ള ഡൗൺ ആയരെ. ഓക്കെ, റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3. കൊല്ലാനുള്ള ഒരു ശ്രമം അല്ല. ഓക്കെ, സ്റ്റീവ് അസ്രായേൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഫക്കിംഗ് ഗോ ബ്രോ. കളി കളിച്ചടാ മയിര്. ഹലോ, എന്ത് കളി കളിച്ചടാ മയിര്. എടാ നീല ഞാൻ ഒരു കാര്യം. കളി കഴിഞ്ഞില്ലേ? എത്ര പേരുണ്ട് ഇനി? ഞാൻ പറയട്ടെ, നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് തള്ളിയായിരുന്നെങ്കിൽ ഇച്ചൂടെ നമുക്ക് ഇവരെ ക്ലിയർ ചെയ്തായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ലെഫ്റ്റ് സൈഡ് അല്ല, സ്ട്രേറ്റ് ഈ നമ്മുടെ സൈഡിൽ കുത്തിയന്മാരെ പുഷ് ചെയ്യാൻ. അതവര് ആരും വന്നില്ല. ഞാനും മന്ദാരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഡീമിനൊക്കെ വേറെ ആൾക്കാരെ അടിച്ചോണ്ടിരുന്നത്. ആണല്ലേ, ഞാൻ ആ കോള് കേട്ട് ഞാൻ അതിൽ തന്നെ വെച്ച് കളിക്കുന്ന. നിങ്ങക്ക് POV ഇല്ലടാ. നീ എന്റെ അടുത്ത് അടിച്ചോളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് കയറി അടിച്ചടിച്ച് നിന്ന്. പക്ഷെ 5 പേരെന്തോ അടിച്ചു തന്നെ. 5 പേര്. നമ്മളെ റെപ്യൂട്ടേഷൻ കട്ട് ഓഫ് ചെയ്തു. ഞാൻ ഇടാൻ പറ്റും. என்ன ஒரு 4 பேர் சேர்ந்து அடிச்சடா. கோச் நல்ல 2 விக்கெட் கோச்சோட நல்ல 2 நான் போச்சுக்குள்ள உடைஞ்சு ஒரு விக்கெட் எடுத்து செத்துட்டேன். ഡെവിനസ്കോവർ 2 വിക്കറ്റ് ഐ തിങ്ക് 2 വിക്കറ്റ് 4 എന്നുള്ളതാണ്. என்ன பில்டிங் மேல கேറി அடிக்க ஆரம்பிச்சடா ആ இடத்துல. 6v4 ഇതാരാ ബാക്കിയുള്ളത്? ശരി.
ഈ പ്ലെയറിനെ ഒറ്റൊരുത്തനാ? കൂട്ടുകയാണെങ്കിൽ 6 അവൻ മാത്രമേ ഉള്ളൂ. ഇവന്താ ഇല്ലടാ, രണ്ട് പേര് എടുക്കുന്നാണോ വിചാരം? ഇല്ലടാ, അവൻ മാത്രമേ ഉള്ളൂ. കത്തിയില്ലേ? അവൻ ആലോചിച്ച് നോക്ക്, നമ്മൾ ആദ്യം കത്തിപ്പോയില്ലടാ. അവിടെ അസീമ കത്തിയായിരുന്നു കേട്ടോ. ആദ്യം രണ്ടുപേര് കത്തിയില്ലേ? ഇല്ല അസീമൊക്കെ ചത്ത് ചത്ത് ചത്ത്. അസീമൊക്കെ ചത്ത്. ആ, നസീബിനെ ആരോ അടിച്ചു, സീവാണെന്ന് തോന്നുന്നു. തിരിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളോട് എത്ര പേരുണ്ട്? മൂന്ന് പേര്. ഓക്കെ അൾട്രാനോബ് വെള്ളത്തിൽ കൊണ്ട് അതെന്താ പ്രശ്നം? ആദ്യം തന്നെ നമ്മുടെ പിള്ളേരുടെ വണ്ടിയും പോയില്ലേ വെള്ളത്തിൽ? നമ്മുടെ വണ്ടി പിറ്റ് കമ്മിറ്റ് ചെയ്തില്ലായിരുന്നോ നിങ്ങളുടെ വണ്ടി 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 പോയപ്പോ പിന്നെ ഞാൻ അവിടെ കുത്തിയേ പറ്റൂ. എന്നെ ഒറ്റ അടിച്ചേട്ടാ, ഞാൻ വൺ ഹിറ്റ് ചത്ത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, റേഡിയോ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. That's it. വെള്ളം നീന്തിയൊക്കെ വരുന്നേട്ടാ. അവനെനിക്ക് അപ്പുറത്തെ കരയിൽ എവിടെയായിരുന്നു, അപ്പൊ ബാക്കിൽ കൂടെ വരും കേട്ടോ. എടാ ഇത് നമ്മള് ജയിച്ചടാ. പിന്നെ ഇവൻ വന്നിട്ട് ദാ ഈ 3 പേരെ അടിച്ച് നമ്മുടെ ഇത് ജയിക്കുമെങ്കിൽ പിന്നെ കളിച്ചോണ്ടിരിക്കണ എന്തിനാണ്? ടീവിയും അവന്റെ പേര് തന്നെ ഉണ്ട്, അനുഭവം. കണ്ടുപിടിച്ചിട്ടുണ്ട്. സാറ് ടീവിയും പറയാൻ പറ്റില്ലടാ, എനിക്ക് കിട്ടിയ അടി വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ കണ്ടു റനുവിനെ കണ്ടു. കിട്ടി അടി കിട്ടി. നീന്തി തിരിച്ചു വന്ന വഴി അത് തിരിച്ച് ചെയ്തതാ. അത് അവന്റെ സെക്കൻഡ് 3 പേരും കളിക്കുന്ന സ്റ്റീവും വില്ലും ഏബലും അതിൽ എന്താ ഹെൽപ്പ് നോക്ക്. എന്താ എടാ അവന്റെ അടുത്ത് പോയി നോക്ക്. അതിന്റെ മേലെ കയറി വൺ വേ ഒക്കെ അടിച്ചിരിക്കാൻ പോകുന്നു കേട്ടോ. നോക്ക് എന്താ സിറ്റുവേഷൻ. അവൻ വീട്ടിന്റെ മണ്ടലേ കയറിയത്. ഇതവന് ഹീലുള്ള സമയമുള്ളൂ, അതിനുള്ളിൽ നമ്മൾ കയറി തല്ലും. ഒരു ഒറ്റക്കൊറ്റക്ക് പോലെ എന്റെ വില്ല് പോലെ ഈസി. இல்ல பின்னாடி இன்னொருத்த அடிக்கிறான் பாரு வில்லுவ. ഇതാര് இவன் 1 HP ஆக்குனடா. ஆனா அந்த டைம்ல கத்தி போய் കറക്റ്റ് മറ്റേ ഇത് ചെയ്തതാ. ഇങ്ങനെ നിന്നതാ. ഇവ എവിടുന്ന് വന്ന്? இல்ல இவனை நான் அடிச்சடா. ഈസി ബോട്ട് വട്ടി ആസീം ബോട്ട്. അത്രേ ഉള്ളൂ. இவனை நான் அடிச்சு 1 HP പണി. അസീമൊക്കെ ചത്ത്. അസീമിനൊക്കെ കൊന്ന്. അസീമിനെ വലിയവനെ ബാക്കിൽ നടന്ന് അടിച്ചായിട്ടോ. എന്നാ കത്തിപ്പോയ വഴിക്കങ്ങ് പോകാനുള്ളതിന് വീണ്ടും വന്ന് തല്ല് മേടിക്കാൻ. ഇവര് മാറിയ സമയത്ത് പ്ലേ കൊടുത്തവൻ അത് കണ്ടോ? അവിടെ അവ അതുവരെ ഇവര് ചത്തപ്പോ മാറിപ്പോയപ്പോ അതുവരെ അവൻ പ്ലേ കൊടുത്തിട്ടില്ല. എന്നിട്ട് വലിയവരെ ബാക്ക് ചെയ്തൊന്നും എടാ അത് നീ ഒന്ന് ആലോചിച്ചോക്കെ. കണക്ട് ആവുന്ന അവർക്ക് റീകണക്ട് ആവുന്ന വരെ ഡിസ്കോഡിൽ ഇരുന്ന് കോള് ഊമ്പിട്ടായിരിക്കും അവിടെ വന്നത്. ഒരു സംശയമില്ല. കുറച്ച് വർച്ചായിട്ട് കൊടുത്തോട്ടെ. ഗെറ്റ് ബെറ്റർ ഗെയിമിൽ ഒരു ടിക്കറ്റ് അതിന്റെ POV വെക്കണം. അത് ഒരിക്കലും അങ്ങനെ കളിക്കാൻ പറ്റില്ല. അതിന്റെ POV ഓഡിയും കൂടെ ഉള്ള POV. അതിന്റെ POV ചോദിക്കണം. അതിന്റെ ഓഡിയോ ഉള്ള ഡെസ്ക്ടോപ്പ് ഓഡിയോ ഉള്ള POV ചോദിക്കാം. പിന്നെ മറ്റവന് വീഡിയോ എടുത്തേക്കാം. അവന് വാർബാൻ എടാ ഒരു കാര്യം ചെയ്യാം. അവര് ചെയ്യാറ് മേടിച്ചു വിട്ടേക്കട്ടോ. ശിവേ വിഷയം കളിയടാ. ശിവേ എന്താ അടി അടിച്ചു മയില്. 4 പിക്കടാ. 4-5 POV 4 വെക്കാൻ ഇത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വീഡിയോ KPC എടാ ആ POV ഒന്ന് ചോദിച്ചടാ അമ്മമാരുടെ അടുത്ത്. ആ POV ഒന്ന് ചോദിക്കണം. ആരാന്ന് വെച്ചാൽ ഒന്ന് പോയി ഇത് ചെയ്തേടാ. ആ POV വേണമെന്ന് പറ. അണ്ണാ എനിക്ക് കിട്ടിയ അടി അവന്റെ ഡീസിങ് ആയിട്ടാണോ അതോ അവന്റെ നെറ്റിൽ കട്ടായിട്ട് അങ്ങനെ വല്ലതും ആയതാണോ? ഫസ്റ്റ് തൊട്ട് കാണാൻ ഈ ഫസ്റ്റ് ടൈം പോകുമ്പോ എനിക്ക് ഇവിടെ അടി കിട്ടുവേ. ഇനിയിപ്പോ റീഫ്രഷ് അടിച്ചില്ലെന്ന് പറയണ്ടത്. എനിക്ക് നല്ല അടി കിട്ടും ഇവിടെ. ഞാൻ പോയി ഇപ്പൊ റീഫ്രഷ് അടിച്ചൊക്കെ പിന്നെയും വരും. എന്റെ ആർമർ 0 ആയി അന്നേരം തന്നെ. ഇനി ഇവിടെ ഇറങ്ങി റീഫ്രഷ് അടിക്കും. റീഫ്രഷ് ആയി 100 ആർമർ 100 ലൈഫ്. അപ്പൊ പോണോ നോക്കിയേ. എനിക്ക് മിസൈൽ ഇപ്പൊ വരും. എനിക്ക് മിസൈൽ വരും. നോക്കൂ എന്താ നീ ചത്തോ അതില്? ഇവൻ വണ്ടിയിൽ ബാക്കിൽ ഇരിപ്പുണ്ട്. അവനും ഇത് മറ്റേ രീതിയിലും വരൂടാ. മറ്റേ വണ്ടി അവിടെ അനങ്ങാണ്ടിരിക്കും. ആക്ച്വലി വാർ 13 vs 15 തോത്തുപോയി.
അല്ലടാ 13 vs 15 അല്ലടാ, ഞങ്ങളൊരു 3 പേരായില്ല. മന്ദാരം അവിടെ പിക്ക് എടുത്തായിരുന്നു, ആദ്യത്തെ പിക്ക്. ഞങ്ങളൊരു 3 പേര് താഴെ പിടഞ്ഞു മരിച്ച്. ഈ വട്ടം ഞാൻ നീലനോട് ഒറ്റ കാര്യം പറഞ്ഞോ കേട്ടോ, പുഴുക്കാത്ത സ്ഥലത്ത് തന്നെ കുത്തിച്ച് തരണേന്ന്. എന്നിട്ട് കോളം പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാരും 4 വഴിക്ക് ഓടി. എനിക്കില്ല എന്നെ 5 പേര് ഷെയർ ഇട്ടടിച്ച്. നമ്മളടിക്കാൻ പോയവര് റൈറ്റിലോട്ടുള്ളവരെ അടിച്ച്, ലെഫ്റ്റിലുള്ളവരെ അടിച്ചില്ല. എടാ സ്റ്റീവേ പിഒ കാണിച്ചാ നിന്റെ എടാ ഹലോ ഹലോ എടാ വാർ കഴിഞ്ഞ് വാർ ചാറ്റ് ഇടില്ലെന്ന് പറഞ്ഞു. സസ്പെൻഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ജുഗ്രു എന്നെ കൊന്നാരാന്നറിയോ? അന്നേരം കൺഫേം ആക്കി പറയാറാണ്. കൺഫേം ആയി. കൺഫേം ആയെന്നൊക്കെ എനിക്കും അത് കേക്കണം. ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് പോവാണ് ഗൈസ്. ഇതെന്താ കുറച്ചേര് താഴെ കുറച്ചേര് ഇവിടെ അവിടത്തും പോലെ ഓഫ് ലെവീസ് ആണോ? അല്ല ഞാൻ അസീമിന്റെ POV ആണെന്ന്. അവൻ എന്ത് കൊണ്ടിരുന്ന ബാക്കിരുന്ന് അടിക്കണേ പുണ്ടച്ചി മാൻ. അവന്റെ POV ചോദിക്കും, അസീമിന്റെ POV ചോദിക്കും. അവൻ എങ്ങനെ അകത്ത കയറി എന്നുള്ളത് POV ചോദിക്കണേ. അത് POV ചോദിക്കണം. എന്നിട്ട് നമ്മള് പ്രിഡിക്ട് ചെയ്ത് മറ്റവൻ നിഴഞ്ഞ് നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും ബാക്കിൽ സ്പോൺ ആയി വരും. ഞാൻ വിചാരിച്ചു ആരെന്നെ ബാക്കിന്ന് അടിക്കണേന്ന്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആദ്യമേക്ക് എന്റെ പോയി. കാണോ ഇവിടെ നോക്കിയോ എടാ വില്ലവനെ സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ, വെളിയിൽ നിന്ന് ഞാൻ കുത്തിയെടുത്ത പ്ലേ ഇവിടെ നിന്ന് കണ്ടോ 207 ഇതാടാ ഈ റെഡ് മാസ്ക്. നിങ്ങൾ ഇങ്ങോട്ടാ പോയാലോ? നിങ്ങൾക്ക് ഭയങ്കര അങ്ങനല്ല വില്ലുവനെ ക്ലോസിലെ നമ്മുടെ പറയട്ടെ ക്ലോസിൽ നമ്മളൊരു വണ്ടി കോള് പറഞ്ഞായിരുന്നു നീലൻ, മറ്റേ ക്ലോസിലെ വണ്ടി എടുക്കാം. അവന്മാരെ നിങ്ങൾ കേരള ഞാൻ അതുകൊണ്ട് അഡ്മിൻ POV കാണിക്കാം, അന്നേരം നിനക്ക് മനസ്സിലാവും. കാരണം 3 പേര് ആ വണ്ടിക്ക് വെള്ളത്തിൽ പോയത് കൊണ്ടാണ് ഞാൻ അവിടെ കുത്താൻ പറഞ്ഞില്ല, കുത്തത്തില്ല. അവര് വേറെ വഴിയില്ല രക്ഷിക്കാൻ. ഞാൻ ഉള്ളിലോട്ട് തന്നെ പോയി. ഈ വണ്ടി ഉണ്ടാ, ഈ വണ്ടി ഇവന്മാരാ. ഇവൻ നമ്മള് എല്ലാം ലെഫ്റ്റ് കയറുമ്പോ ഈ വണ്ടി റൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേ. ശരിയായ വണ്ടി നിന്നെയല്ലേ ഇത് അടിക്കണത്? ഞാനൊരു ഡിങ്ക് വരും എന്റെ എടുക്കുന്നുണ്ട്, ഇവനെ എടുക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ അവനെടുത്ത് വീണ്ടും റൈറ്റ് കത്തിപ്പോണ POV ഉണ്ട് കേട്ടോ. എവിടെ നിന്റെ ബാക്കിൽ ഇത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അസീമിന്റെ. സ്റ്റീവിന്റെ ലെഫ്റ്റിലുണ്ട് അസീം കത്തിപ്പോയത്. ഇവിടുന്ന് കത്തിപ്പോന്നെ എന്റെ അമ്മോ. അവൻ കോച്ച് അവനെ എടുക്കും. നൈസ് കോച്ച്. അവനെ ഞാൻ എനിക്ക് കേട്ടാ അവിടെ 3 പേർക്ക് കൊടുത്തിടണേ, അവനെ കാണിക്കും. എല്ലാവർക്കും ടിങ്ക് കൊടുത്തു. എല്ലാവർക്കും ടിങ്ക് കൊടുത്ത് വിടുക. സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ട് ഇനി മറ്റേ കുണ്ടാനെ സ്പോട്ട് ചെയ്യാൻ അവന്റെ പിറകെ പോകും. അവനെ സ്പോട്ട് ചെയ്യുന്ന കാണണോ? ഇവന്മാരും നിന്നോണ്ട് കേട്ടോ. ഇപ്പൊ നോക്കിയോ, ഞാൻ അവൻ എങ്ങനെ സ്പോട്ട് ചെയ്യുന്ന കാണിച്ച ദൂരം വരുന്ന ഒരുത്തനെ. ഇപ്പൊ നോക്കിയോ, ഞാൻ ഇതിന്റെ മണ്ടേ വലിയ ഞാൻ കയറും. അപ്പൊ ഒരു കഴിവേറി എവിടെ നിന്ന് വരും. അവൻ വെള്ളമൊക്കെ നീന്തി വന്നായിരുന്നു പാവം. അവൻ വെള്ളം നീന്തി വന്നവൻ. സൈഡായിരുന്നു നിങ്ങളുടെ. അവിടെ ലാസ്റ്റ് നമ്മൾ 6v4 എന്തോ ആയിരുന്നു.
വരുന്നുണ്ടോ ഇത് മറ്റേ പബ്ജി പിസിയിലൊക്കെ പോലെ നോക്കി നിൽക്കണം വരട്ടെ ക്ലോസിലൊന്ന്. അവൻ അവിടുന്ന് തന്നെ നല്ല അടി കിട്ടിവിടാ അവൻ അവിടുന്ന് തന്നെ. ഇവനെ അണ്ണാ ഇവൻ ഈ പോച്ചകത്തോട് കേറി എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചായിരുന്നു. നോക്കിയോ ഒരു പൂച്ചയെ പോലെ പമ്മി കയറിയതോ കിട്ടി അടി കിട്ടിയപ്പോ തിരിച്ചു കൊടുത്തേ. എടാ അവന് നല്ല ടാഗ് കിട്ടൂടാ. അഡ്മിൻ ബിഹേവിയർ കണ്ടായിരുന്നു. നല്ല ടാഗ് കിട്ടും അവന്. നിങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്ന കണ്ടപ്പോ പുഷ് ചെയ്യാൻ വേണ്ടി ബേറ്റ് ഇട്ടത് അസീം ആ സമയത്ത് കയറും. അതാണ് അത് ഉറപ്പായിരുന്നു. അത് വെയിറ്റ് ആണ് അവൻ ബാക്കി വരും. ഒന്നാമത് ഒറ്റക്ക് പോയണ്ട വില്ലുവനെ. നീ ഞാൻ കൂടെ വരാൻ ഞാൻ പറഞ്ഞാണ് ചന്തിക്ക് അടിച്ചിടും. അടിപൊളി. വേറെ ആർക്കാണ് ബിഹേവിയർ ഉള്ളത്? ഏബലിന് കുറെ പിക്കുണ്ടോ? ഏബലിന് കുറെ എനിക്കൊരു വിക്കുള്ള മന്ദാരത്തിന് 3 വിൽക്കുന്നുണ്ടല്ലേ? രണ്ടായിരത്തി കോച്ചിനാണ് നിനക്ക് പ്രീമാറിലല്ലേ ഏബലെ 4 വിക്കും. ഇതുപോലെ ഇവന്മാരെ ഒരു 4 വട്ടം അടിക്കണം. ഇനി മനസ്സിലായ? ഇനി ഒരു 4 വട്ടം ഇതുപോലെ ഈ ഫയറിൽ കളിച്ച് ഇതുപോലെ അടിക്കണം. കടക്കങ്ങ് തീരും. ഇനി 5 സ്റ്റാർ എന്നും 5 എന്നും കിക്കാറ്റെന്നും പറഞ്ഞു വരരുത്. അടുത്ത സിറ്റുവേഷൻ ഞാൻ എടുത്തോളാം. നാളെ 8-2 നമ്മൾ ജയിക്കുമ്പോ കൗണ്ട് കൂടും കേട്ടോ അവരുടെ. അവന്മാര് 2 കൂട്ടും. കാണാ ഫ്രണ്ട്സ്. അടി അടിക്കും നോക്ക്. അതല്ല ഇത് നോക്ക്. ഇവരെ തള്ളി ഇവരെ രണ്ടുപേരെയും എടുത്ത് രണ്ടുപേരും കിട്ടിയല്ലോ. ഞാൻ നീ വീണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കുത്തിയത് മനസ്സിലായി. അതായത് നിങ്ങൾ വെള്ളത്തിൽ വീണില്ലേ? അപ്പൊ 4 പേര് കാണുമെന്ന എന്റെ ഒരു ഊഹം. അപ്പൊ ആ 4 പേരും തിരിച്ച് വണ്ടി കയറ്റി സമയമാകുമ്പോഴത്തേനും നമ്മളെ അടിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് അവിടെ കുത്തി ആ റിഡ്ജ് ഫുള്ള് നമ്മുടെ ഏരിയ ആക്കിയ അവർ ആ വീട്ടിന്റെ ഇടയിൽ ബോക്സ് ഉണ്ടാവും. മനസ്സിലായി? അതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ 2 വഴി പോയി. നിങ്ങൾ ഫുൾ റിഡ്ജ് കിട്ടിയത്. ഞാനിപ്പോ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. എടാ ഇവരെ പയ്യെ കളിച്ചാൽ ഈസിയായിട്ട് അടിക്കാം. അതെ ഇവരെ എക്സോസ്റ്റർ ആക്കിയ പയ്യെ കളിച്ചാൽ മതി. പിന്നെ ഇവർക്കൊക്കെ വലിയ സാധനങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് വലിയ സാധനം ഉള്ളതെന്ന് മറ്റേ മനസ്സിലായ? അതായത് സ്പെക്ക് ഭയങ്കര കൂടുതലായോണ്ട് അല്ല ഈ പറയുന്നതിന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ഒരുത്തൻ ഒരു മുറുക്കാൻ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. മോനെ നിന്റെ കളി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മുറുക്കാൻ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവനെ. കോച്ചിന്റെ ഇവന്റെ പേ വേണ്ട. ഇവന്റെ പിക്കല്ലേ ഇങ്ങനത്തെ പിക്കുകളാണ്. അടി അടിച്ചോ കറക്കി അടി കളിയാ, കറക്കി അടി. കോച്ചിന് അവൻ ലൈവ് ഇട്ടാടാ കളിക്കണേ. ഇവിടെ കണ്ട് ഇറങ്ങി 377 കോടി. ഓക്കെ അതൊക്കെ എടുത്തത് കോച്ചിന് മൂവ്മെന്റ് ആയിരുന്നേ. കോച്ചിന് അടിയിട്ട് இப்ப எல்லாரும் இப்படி அடிக்கிறாங்க. தள்ளி எடுக்கணும். நான் ரைட்ல தான் தள்ளி எடுக்க சொல்றேன்னு நினைச்சேன். മനസ്സിലായി? കൺഫ്യൂസ് ആയി അവിടെ. ഇപ്പൊ എല്ലാരും ഇവിടെ പോയി. നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇടത്തെ സൈഡിൽ ഒരാളെ പട്ടിയെ തല്ലുന്ന എന്താ സംഭവം അറിയോ? ഞാൻ നോക്കിപ്പെടുത്തുന്ന കണ്ടിവിടെ
നമ്മുടെ കൂട്ടത്തിലുള്ള ഞാൻ വിചാരിച്ചു അവന്റെ ഇടയ്ക്കിലോട്ട് തള്ളി എടുക്കാൻ അങ്ങനെ ഓക്കെ അപ്പൊ തിരിച്ചു വാൻ சொல்றேன் ഓക്കെ അത്ര അഡ്വാൻറ്റേജ് ഒന്ന് ബാക്കിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരാൾ അവിടെ 5 പേരുടെ ഷെയർ ഇട്ടടിക്കുന്നുണ്ട് തന്നെയാണ് இல்ல அது உண்ட பிஏவை கண்டு அப்பவே മനസ്സിലായി ஓகே அடுத்து திருச்சி வான்னு சொல்றேன் திருச்சி வந்தேன் ஆனா யாரும் இல்ல ஆடா பாவிகளை எல்லாம் விட்டுட்டு போயிட்டீங்களேடா திருச்சி கிராஸ் பண்ணி போனேன் ஓகே கிராஸ் பண்ணி ரைட் எடுக்காம அவட வண்டி இருக்குன்னு சொல்லி போனேன் ஓகே பார்த்தா சந்திக்கு அடிச்சு 1 HP ஆக்கிடுவான் 75 HP ஓகே ரிஃப்ரெஷ் அடிச்சு ஹீல் செய்துட்டு வரேன்டா சரி ஓகே இவனுக்கு போய் கொண்டுடலாம் அவன் ஒருத்தன் தானே இருக்கா இப்போ போய் கன்ஃபியூஸ் ஆகும்னு சொல்லிட்டு போயிட்டு இவட வரேன் இவன்ட HP எத்தனை இருக்கும் நோக்கு ஓகே நான் இவனுக்கு ரெடி ஆயிட்டேன் ஓகேவா ഇതാണ് സീമൻ அது ഓടിപ്പോയിട്ട് കത്തി എനിക്കും ഉണ്ടോ എനിക്ക് ഇതുണ്ട് ഈ രണ്ടും ഈ ടൈമിൽ ഓർത്ത മേലെ എന്തിനു അടിക്കണം അത് ടോറസ് കട്ട് നിന്നെ പിടിക്കുന്നു നോക്കണേ കോച്ച് അത് നിന്ന് നമുക്ക് ഇറങ്ങും അവിടെ നിന്ന് കറങ്ങി ഹെഡ് കൊടുത്താ റീഫ്രഷ് അടിച്ചിട്ട് കറങ്ങുന്നുണ്ടോ അത് അவ்வளவுதான் இப்ப நான் എടുത്തത്. അവ തുട വരെയാ അതാ വേണ്ട കുറച്ച് മണിക്കൂറും കൂടെ അതിനകത്ത് ഇരിക്കായിരുന്നു ഭൂഷണത്ത് ആ ഞാനിത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നതൊക്കെ അടിച്ചേരും കോച്ച് அவ்வளவுதான் வேற எதுவும் பண்ண முடியல ഇവിടെ இது 2 இடத்துல இது ஒண்ணு அதுக்கு அடுத்து ഇത് ഫ്രീക്കില്ല കോച്ച് ലെറ്റ്സ് ഗോ ബോയ്സ് ലെറ്റ്സ് ഗോ 3 പേർ അടിക്കறாங்க നടുവുல ഫ്രീക്കില്ലടാ പോച്ചക്കത്തങ്ങ് ഇരുന്നാ മതിയായിരുന്നു ഇറങ്ങണ്ടായിരുന്നു മോച്ചറായി കളിച്ചേ മനസ്സിലായോ എടാ പറയണെന്ന് വെച്ചാ ഇതല്ല നമ്മുടെ പൊട്ടൻഷ്യല് നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റി നല്ലതുപോലെ ബട്ട് സ്റ്റിൽ ലാസ്റ്റ് വന്ന സിറ്റുവേഷൻ നന്നായിട്ട് മാനേജ് ചെയ്തു ഉണ്ടായിരുന്ന ആൾക്കാർ കിടിലായിട്ട് കളിച്ച് അടിപൊളിയായിട്ട് കളിച്ച് പക്ഷെ ഇതല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റത്തില്ല ഇവർ അത്യാവശ്യം സിറ്റിയിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കളിച്ചിട്ടുള്ളതിൽ നല്ല ടീമാണ് ഇവർക്കൊന്നും എതിരെ നമുക്ക് ഇങ്ങനെ ഇതായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്തോട്ടം നമുക്ക് ഫിക്സ് ചെയ്യണം ആ ഒരു കോളില് ഇതാകണം കാരണം പ്രീവാറും ഇനിഷ്യൽ സിറ്റുവേഷനൊക്കെ നമ്മൾ കിടിലായിട്ട് കളിച്ചത് പറയാതിരിക്കാൻ വയ്യ കിടിലായിട്ട് കളിച്ചത് അപ്പൊ ഈ കോള് ഇതാതെ നോക്കണം കാരണം നീലൻ അത്രയും ഹാർഡായിട്ട് കോള് വിളിക്കുന്നുണ്ട് അപ്പൊ അത് ലിസൺ ചെയ്യാന്നുള്ളൊരു സാധനം മാത്രമേ നമുക്കുള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് ചത്താലും ചത്തില്ലേലും അത് കമ്മിറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ലാസ്റ്റ് ഇത് അഥവാ